ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ആമസോണിൻ്റെ റിപ്പബ്ലിക് ഡേ സെയിൽ ഇന്നലെ 13-ാം തീയതി തൊട്ട് 19-ാം തീയതി വരെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ഈ പറഞ്ഞ സെയിൽ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ആമസോണിനെ പറ്റിയിട്ടാണ്. ആമസോണിലും അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫോൺസിന് ഓഫേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ആമസോണിലാണെങ്കിൽ നമുക്കിവിടെ SBIയുടെ ക്രെഡിറ്റ് കാർഡിലാണ് 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് വരുന്നത്. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ HDFC കാർഡ്സിലാണ് ഓഫേഴ്സ് വരുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് അതായത് ആമസോണിലുള്ള ഫോൺ തന്നെ ഫ്ലിപ്കാർട്ടിലുണ്ട്. അപ്പം പ്രൈസ് ഡിഫറൻസ് ആ കാര്യത്തിലില്ല. അപ്പോൾ നിങ്ങളൊരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അത് ആമസോൺ അല്ലെങ്കിൽ ഇപ്പോൾ ആമസോണിനാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലും പോയിട്ട് നോക്കുക അതിൽ എത്രയാണ് പ്രൈസ് എന്നുള്ളത്. കാരണം ഇവിടെ കൂടുതലാണെങ്കിൽ അവിടെ കുറവായിരിക്കും, അവിടെ കുറവാണെങ്കിൽ ഇവിടെ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം പറ്റിക്കപ്പെടാതെ നല്ല രീതിയിൽ പ്രൈസ് ഡ്രോപ്പിൽ ഫോൺസ് വാങ്ങാൻ വേണ്ടി നോക്കുക. ആദ്യമായിട്ട് പറയാനുള്ളത് സാംസങ്ങിൻ്റെ ഓഫേഴ്സിനെ പറ്റിയാണ്. സാംസങ്ങിൻ്റെ S23 അൾട്ര എല്ലാ ഓഫേഴ്സിലും വരുന്ന ഫോൺ തന്നെയാണ്. ഇത്തവണ 72,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്രൈസ് ഈ ഒരു ഫോണിന് കുറഞ്ഞിട്ടുണ്ട്. 72,000 രൂപയ്ക്ക് അത്യാവശ്യം എല്ലാം ഉണ്ട് കേട്ടോ. S24 അൾട്ര ഉണ്ടെങ്കിലും അതൊക്കെ ആയിട്ട് വലിയ ഡിഫറൻസ് ഈ ഒരു ഫോണില്ല. S24 അൾട്ര ഇറങ്ങുന്ന സമയത്ത് AI ഫീച്ചേഴ്സൊക്കെ ആയിരുന്നു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞത്. അതൊക്കെ എന്തായാലും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അല്ലാത്ത രീതിയിൽ ചിപ്സെറ്റ് മാറ്റമുണ്ട് എന്നല്ലാതെ വലിയ ഡിഫറൻസ് കാര്യമായിട്ട് വരുന്നില്ല. ഡിസൈൻ അടക്കം സെയിം ആണ്. ഇതിലാണെങ്കിൽ ഒരു കർവ്ഡ് ചെറിയ രീതിയിലുള്ള മൈക്രോ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. അതിലാണെങ്കിൽ ഫ്ലാറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. 72,000 രൂപയ്ക്ക് ഒരു വർത്ത് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ് S23 അൾട്ര എന്നുള്ളത്. പിന്നെ S24 അൾട്രക്കും വരുന്നുണ്ട്. അതൊരു കോമഡി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ ആമസോണിലെ ഈ ഒരു ഫോണിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,02,000 രൂപയാണ്. ഫ്ലിപ്കാർട്ടിലും ഈ ഒരു സെയിം ഫോൺ വരുന്നുണ്ട് ഓഫറിൽ തന്നെ. അതിലാണെങ്കിൽ 1,10,000 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ ഓഫർ വരുന്നത്. സോ 8,000 രൂപ അധികം കൊടുക്കണം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ. ഓഫർ പ്രൈസിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അവിടെയും ഒരു ഫോൺ ഉണ്ടെങ്കിലും പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ രണ്ടിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് എന്ത് സാധനം വാങ്ങുന്നുണ്ടെങ്കിലും ആമസോണും ഫ്ലിപ്കാർട്ടും തമ്മിൽ നോക്കുക ഏതിലാണ് പ്രൈസ് കുറവ് എന്നുള്ളത്, എന്നിട്ട് പോയിട്ട് വാങ്ങാം. കാരണം വലിയ രീതിയിൽ ഡിഫറൻസ് ഇപ്പം തന്നെ ഇവിടെ 8,000 രൂപ ഡിഫറൻസ് വന്നു. അതുകൊണ്ടാണ് പറയുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീട് ചില ഫോൺസിനാണെങ്കിൽ ഈ കൂപ്പൺ അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഒരു 2,000-3,000 രൂപയൊക്കെയോളം പ്രൈസ് കുറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ചെയ്യാൻ വിട്ടു പോകരുത്. കാരണം വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പൈസ നഷ്ടമാവും. അപ്പം ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. കൂപ്പണും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങാം. പിന്നെ സാംസങ്ങിൻ്റെ ഒരു ബഡ്ജറ്റ് ലെവൽ ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ 15,000 രൂപയ്ക്ക് M35 വരുന്നുണ്ട്. അത്യാവശ്യം ഇതൊരു ബെസ്റ്റ് ഫോണാട്ടോ. കാരണം ഇതിലെല്ലാം വരുന്നുണ്ട്. ബെസ്റ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്, ബെസ്റ്റ് പെർഫോമൻസ്, ബാറ്ററി എല്ലാം വരുന്നുണ്ട്. ഒരു നോർമലി 20,000 രൂപയ്ക്ക് താഴെ നമ്മളങ്ങനെ ഒരു ബെസ്റ്റ് സാംസങ് ഫോൺസ് ഉണ്ടാവാറില്ല. പക്ഷേ M35 എന്ന് പറഞ്ഞ ആ റേഞ്ചിലൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള മോഡലാണ്. അപ്പോൾ 15,000 രൂപയ്ക്ക് ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ M35 എന്തായാലും നോക്കുക. അത്യാവശ്യം നല്ലൊരു ഫോണാട്ടോ. റിവ്യൂസും കാര്യങ്ങളൊക്കെ എന്തായാലും പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങിയാൽ മതി. പിന്നീട് iPhone 15 ഓഫർ വരുന്നുണ്ട്. 56,000 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതേ പ്രൈസിൽ തന്നെ ഫ്ലിപ്കാർട്ടിലും ഈ ഒരു ഫോൺ വരുന്നുണ്ട്. വേറെ ഐഫോണിൻ്റെ ഓഫേഴ്സൊന്നും ഇവിടെ കാണുന്നില്ല. ബാക്കിയുള്ള എല്ലാ ഐഫോൺസിൻ്റെ ഓഫേഴ്സും ഫ്ലിപ്കാർട്ടിലാട്ടോ ഉള്ളത്. ആമസോണിൽ ഈ ഒരു മോഡൽ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ OnePlus ഫോൺസ് എല്ലാം ആമസോണിലാണ് സെയിൽ ചെയ്യാറ്. അപ്പോൾ OnePlusനും അത്യാവശ്യം നല്ല ഓഫർ വരുന്നുണ്ട്. OnePlusന് Nord 4 വരുന്നുണ്ട്. ഈ ഒരു ഫോണാണെങ്കിൽ 25,000 രൂപ കിട്ടുന്നുണ്ട്. അത്യാവശ്യം മെറ്റൽ ബാക്കൊക്കെ വരുന്ന മോഡലാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള മോഡലാണ്. പിന്നീട് Nord CE4 വരുന്നുണ്ട്. ഈ ഒരു മോഡലും 25,000 രൂപയ്ക്ക് ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി മോഡലായിരുന്നു. അതായത് 25,000 രൂപയ്ക്ക് ഒരു ബെസ്റ്റ് ഫോൺസൊക്കെ എടുത്താൽ ഞാൻ എന്തായാലും ആ ഒരു ലിസ്റ്റ് ഈ ഒരു ഫോൺ എന്തായാലും കാണാറുണ്ട്. അപ്പം ആ ഒരു ഫോൺ ഈ ഒരു ഓഫറിൽ 20,000 രൂപ കിട്ടുന്നുണ്ട്. സോ ബെസ്റ്റ് ലെവലായിട്ടുള്ള മോഡലാണ്. എന്തായാലും ഇങ്ങോട്ടും കൂടെ നോക്കുക. OnePlus ആണ്. ഗ്രീനായി വന്നാൽ തന്നെ ലൈഫ് ടൈം വാറൻറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ധൈര്യത്തോടെ പോയിട്ടെടുക്കാൻ പറ്റിയൊരു മോഡലാണ്. പിന്നീട് IQ മോഡലും ആമസോൺ വഴിയാണ് സെയിൽ ചെയ്യുന്നത്. അപ്പം IQക്കും അത്യാവശ്യം നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ IQയുടെ Z9 ലൈറ്റ് വരുന്നുണ്ട്. ഇതാണെങ്കിൽ 9,250 രൂപ കിട്ടുന്നതായിരിക്കും. ഒരു 10,000 രൂപയുടെ മോഡലാണ്. ഇതിൻ്റെ സെയിം റീബ്രാൻഡ് ആയിട്ട് വിവോ T3 ലൈറ്റും ഫ്ലിപ്കാർട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിൽ വാങ്ങാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സെയിം പ്രൈസാണ് അവിടെയും ഉള്ളത്. ഡിസൈനിൻ്റെ കാര്യത്തിലില്ല, ഡിസൈനും സെയിം ആട്ടോ, എല്ലാം സെയിം ആണ്. അപ്പം നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ അത് അവിടെ പോയിട്ട് വാങ്ങാം. ഏത് കാർഡ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ രീതിയിൽ പോയിട്ട് വാങ്ങാം. പിന്നെ IQയുടെ Z9S എന്ന മോഡൽ വരുന്നത് 20,000 രൂപയ്ക്ക് ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി മോഡലാണ്. ആ ഒരു ഫോൺ ഈ ഒരു ഓഫറിലാണെങ്കിൽ 18,000 രൂപ കിട്ടുന്നുണ്ട്. സോ 2,000 രൂപയോളം ബാങ്ക് ഓഫർ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മോഡലാണ്. പിന്നീട് IQയുടെ Z9X വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ്
10499 വരുന്നത്. അതും അത്യാവശ്യം നല്ലൊരു മോഡലാണ്. പിന്നീട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു മോഡൽ എന്ന് പറഞ്ഞാൽ ഐക്യൂടെ 12 ആണ്. ഈ ഒരു ഫോണിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 42,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. 55,000-50,000 രൂപ റേഞ്ചിൽ വരുന്ന മോഡലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക എല്ലാം വരുന്നുണ്ട്. അതിലൊരു ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയിട്ടുള്ള മോഡലാണ് iQOO 13 ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതൊരു പഴയ മോഡലായിട്ട് കാണേണ്ട, കാരണം ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ബാക്കി എല്ലാ പെർഫോമൻസ് ആണെങ്കിലും സ്നാപ്ഡ്രാഗൺ 8 Gen 3 ഒക്കെ വരുന്നുണ്ട്. സോ ബെസ്റ്റ് ആയിട്ടുള്ള മോഡലാണ്. 42,000 രൂപ എന്ന പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോൺ ബാങ്ക് ഓഫറൊന്നും ഇല്ലാതെ ആട്ടോ ഈ ഒരു മോഡൽ വരുന്നത്. ആകെ ആ ഒരു കൂപ്പൺ മാത്രം അപ്ലൈ ചെയ്താൽ 3,000-2,000 രൂപയുടെ കൂപ്പൺ അങ്ങനെയുണ്ട്. അത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ 42,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ കിട്ടും. അപ്പോൾ നല്ല പ്രൈസ് ഡ്രോപ്പിന് അത് വരുന്നുണ്ട്. iQOO 13 വരുന്നുണ്ട്. iQOO 13 ആണെങ്കിൽ 55,000 രൂപയുടെ ഫോണാണ്. ഈ ഒരു ഓഫറിലാണെങ്കിൽ 52,000 രൂപ കിട്ടുന്നുണ്ട്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രൈസ് എന്തായാലും അതിൽ ഇപ്പോഴൊന്നും കുറയില്ല. പിന്നീട് റിയൽമി ഫോൺസും വരുന്നുണ്ട്. ആമസോൺ വഴി സെയിൽ ചെയ്യുന്ന റിയൽമിയുടെ നാസോ 70 ടർബോ എന്ന മോഡൽ വരുന്നുണ്ട്. ഇതിനാണെങ്കിൽ 14,500 രൂപക്കാണ് ഈ ഒരു മോഡൽ കിട്ടുന്നത്. സോ ബെസ്റ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് എന്തായാലും ഇതിൽ കിട്ടുന്നതായിരിക്കും. പിന്നീട് റിയൽമിയുടെ GT60 വരുന്നുണ്ട്. ഇതും അത്യാവശ്യം 35,000 രൂപ റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മോഡലായിരുന്നു. ഈ ഒരു ഓഫറിലാണെങ്കിൽ 29,000 രൂപക്കാണ് ഈ ഒരു മോഡൽ കിട്ടുന്നത്. അത്യാവശ്യം എല്ലാം ഉണ്ട്. നല്ല ഡിസ്പ്ലേ, നല്ല പെർഫോമൻസ്, നല്ല ക്യാമറ എല്ലാം ഉള്ളൊരു ഓൾറൗണ്ടർ ആയിട്ടുള്ള മോഡലാണ് 28,000 രൂപ കിട്ടുന്നത്. സോ മിസ് ചെയ്യരുത്, നല്ല മോഡലാണ്. അതുപോലെ തന്നെ റിയൽമിയുടെ N61 എന്നൊരു ബഡ്ജറ്റ് എൻട്രി ലെവൽ മോഡലാണ്. 6,500 രൂപയുടെ മോഡലാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് കൂടെ നോക്കുക, നല്ലൊരു മോഡലാണ്. അപ്പോൾ ഇത്രയും ഫോൺസിനാണ് മെയിനായിട്ട് ആമസോണിൽ ഓഫേഴ്സ് വരുന്നത്. അധികം ഫോൺസിനും ഫ്ലിപ്കാർട്ടിലാണ് ഓഫേഴ്സ് ഉള്ളത്. എന്നാലും ചില മോഡൽ ആമസോണിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള മോഡൽസ് ആമസോണിൽ വരുന്നുണ്ട്. അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും കാർഡ്സും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് മാത്രം വാങ്ങാൻ വേണ്ടി നോക്കുക. കാരണം നല്ല രീതിയിലുള്ള പ്രൈസ് ഡ്രോപ്പ് എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ചില ഫോൺസിന് അങ്ങനെ ബാങ്ക് ഓഫർ ഇല്ലാതെ തന്നെ ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് മാത്രം വാങ്ങാം. രണ്ടിലും പോയിട്ട് നോക്കി, ആമസോണും ഫ്ലിപ്കാർട്ടും പോയിട്ട് നോക്കിയിട്ട് മാത്രം വാങ്ങാം. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.